ഉത്സവം കേരളീയർക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഒന്നാണ്. ഇപ്പോഴാണെങ്കിൽ ഉത്സവങ്ങളുടെ സീസണുമാണ്. പണ്ടത്തെ പോലെയല്ല, കൊറോണയ്ക്ക് ശേഷം ഉത്സവ കാലങ്ങളിലേക്ക് ഇടിച്ചു കയറും, കുടുംബങ്ങളായിട്ട് ഫുൾ ഇടിച്ചു കയറും. അതുകൊണ്ട് തന്നെ ആനകളും അമ്പാരിയും ഘോഷയാത്രയും എല്ലാം ഉണ്ട് ഇന്ന് ഉത്സവങ്ങളിൽ. ആന കേരളീയർക്ക് അമ്പലങ്ങളിൽ ഒഴിച്ചുകൂടാനാത്തൊരു കാരണവും കൂടെയാണ്. പക്ഷേ ആനച്ചോറ് കൊലച്ചോറാണ്. എന്ത് തോന്നുന്നു പൗർണമി? തീർച്ചയായും എനിക്ക് സ്വാഭാവികമായിട്ടും ഇപ്പം റീസെൻ്റ്ലി നമുക്കറിയാം കുറേ അധികം അമ്പലങ്ങളിൽ ഉത്സവങ്ങളുടെ ഒരു സീസണാണ്. ഉത്സവങ്ങൾ നടന്നു പോയിട്ടുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പണ്ടും ചെറുപ്പത്തിലാണെങ്കിലും അമ്പലങ്ങളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ അവസാനത്തെ ദിവസം നമ്മുടെ ചെറിയ അമ്പലങ്ങളിലൊക്കെയാണെങ്കിൽ അവസാനത്തെ 9, 10 ദിവസം ഉത്സവങ്ങളുള്ളിടത്ത് അവസാന 2 ദിവസങ്ങളിലായിരിക്കും ഈ പറയുന്ന ആനയൊക്കെ ഉള്ളത്. ചെറുപ്പം തൊട്ട് നമുക്കെല്ലാം കൗതുകവുമാണ്, ഇഷ്ടവുമാണ്. പക്ഷെ നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയും കൗതുകത്തോടെ നോക്കുന്ന നോട്ടമൊന്നും ആവില്ല ആനയുടെ മനസ്സിലും. ആന ചിന്തിക്കുന്നതും ആനയുടെ നോട്ടവും എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ആനയുടെ കണ്ണുകളിലേക്കാണ്. ശരിക്കും കണ്ണുകളിലേക്ക് നോക്കി എനിക്ക് എപ്പോഴും പേടി തന്നെയാണ്. സത്യം പൗർണമി, ഒരു വല്ലാത്ത നോട്ടം. അതായത് ഞാൻ നോക്കിയാൽ എന്നെ നോക്കുന്നത് പോലെ എനിക്ക് സത്യം തോന്നുന്നത് എപ്പോഴും അങ്ങനെ തന്നെ. ഇപ്പോഴും ഈ റിസൾട്ട് ഇപ്പോൾ ഒരു ഈ ഇൻ ബിറ്റ്വീൻ ഈ ഒരു 1 വീക്കിന് തൊട്ട് മുൻപ് കൂടി ഏറ്റവും അടുത്ത് നിന്ന് കാണേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അത് മനഃപൂർവ്വം ഉണ്ടാക്കിയ സാഹചര്യമല്ല, പക്ഷെ പറ്റിപ്പോയി. അന്നും ഇതുപോലെ തന്നെ ഇത്രയും പ്രായമായല്ലേ, ഏജ് ആയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തീർച്ചയായിട്ടും എനിക്ക് ആ സമയത്ത് നല്ല പേടിയുണ്ടായിരുന്നു. ഞാൻ ഒരു 10 അടിയല്ല അതിനപ്പുറത്തേക്ക് പിന്നോട്ട് മാറിയെങ്കിലേ ഉള്ളൂ. പക്ഷേ ആനകളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ തന്നെ സുഹൃത്തിൽ അല്ലെ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ ഒരുപാട് പേര് ആനക്കമ്പം അല്ലെങ്കിൽ ആനയോടുള്ള പ്രേമം അല്ലെങ്കിൽ സ്നേഹം വലിയ കാര്യമായിട്ട്, ആനയില്ലെങ്കിൽ ഞങ്ങൾക്കൊരു ജീവിതം ഇല്ല എന്ന് ചിന്തിക്കുന്നവർ പോലും, അല്ലെങ്കിൽ ഞാൻ പഠിച്ചിരുന്ന സമയത്ത് പോലും അങ്ങനെയുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. അത് അവരുടെ സ്നേഹം, അവരുടെ താല്പര്യം അതിനെയൊക്കെ മാനിക്കുന്നു, അല്ലെങ്കിൽ ആനകളെ മാനിക്കുന്നു, ബഹുമാനിക്കുന്നു. പക്ഷേ ഈ പറയുന്ന പോലെ ഉത്സവത്തിനൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു ആനയെ തന്നെയായിട്ട് പലയിടത്തും പറ്റുന്നില്ല. അപ്പോൾ 5 ആനയെ കൊണ്ടുവരുന്നു, 10 ആനയെ കൊണ്ടുവരുന്നു. ഓരോ ഉത്സവങ്ങളും ഓരോ അമ്പലങ്ങളുടെ വലിപ്പവും അവിടുത്തെ ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും വലിപ്പത്തിനും അനുസരിച്ച് ആനകളുടെ എണ്ണം കൂടും. അപ്പോൾ കുറച്ചധികം ദിവസങ്ങളിലേക്കായിരിക്കും ആനകൾ വരുന്നത്. നമുക്കറിയാം ഈ സമീപകാലത്ത് ഈ കാട്ടാന ആക്രമണത്തിലൊക്കെ എന്തോരം അപകടങ്ങളും മനുഷ്യന് ജീവഹാനിയും ഒക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അതുപോലെയുള്ള കാട്ടാനകളെ നാട്ടിൽ കൊണ്ടുവന്ന് മെരുക്കി കുറച്ചധികം നാളുകളുടെ ട്രെയിനിങ്ങോട് കൂടിയൊക്കെ ആയിരിക്കും കൊണ്ടുവന്നിരുന്നതെങ്കിലും ഇവർ ഈ കാട്ടിൽ വാസിക്കുന്ന അല്ലെങ്കിൽ കാട്ടിൽ ജീവിക്കേണ്ട ആളുകളാണ്, അല്ലെങ്കിൽ ആനകളാണ്, മൃഗങ്ങളാണ്. അപ്പോൾ അവരെ അവരുടെ വഴിക്ക് വിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ അവരുടെ ആ ഒരു എത്ര ട്രെയിനിങ് കൊടുത്താലും അവർക്ക് കയ്യിൽ നിന്ന് പോകുന്ന ഒരു സാഹചര്യം. എനിക്ക് ഈ ആനകളെ പറ്റി ആധികാരികമായിട്ട് അവരുടെ അവസ്ഥയോ മാനസികാവസ്ഥയോ നിലവിലുള്ള, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരുടെ മതം പൊട്ടുക എന്നൊക്കെ പറയുന്ന ലെവലിലേക്ക് എത്തുന്നതെന്നും പറയാൻ അറിയില്ല. പക്ഷേ ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായി ഒരുപാട് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം ഇത്രയൊക്കെ ടെക്നോളജി വളർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ശരിക്കും ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ടോ? എല്ലാ അമ്പലങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ ഇതുപോലുള്ള ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ പള്ളികളായിക്കോട്ടെ എല്ലാ ദൈവിക സ്ഥാനങ്ങളിലും ഇഷ്ടംപോലെ പൈസ കിട്ടുന്നുണ്ട്. എല്ലാം ഈ പറയുന്ന ഭക്തരിൽ നിന്ന് ലഭിക്കുന്ന പൈസകളാണ്. അപ്പോൾ ഇത്രയും കാലം മാറി ഈ ടെക്നോളജി എല്ലാം വികസിപ്പിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് ഇക്കാലത്ത് വേണമെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കാവുന്നതേ ഉള്ളൂ, അല്ലേ? തീർച്ചയായിട്ടും ഈ പറയുന്ന പൗർണമി പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. കാരണം ആനക്കമ്പം അത് ഒരു വല്ലാത്ത കമ്പം തന്നെയാണ്, അല്ലേ? നമുക്ക് ചിലവർക്ക് പട്ടിക്കുട്ടികളോട് ഭയങ്കര ഇഷ്ടമാണ്, പൂച്ചക്കുട്ടികളോട് ഇഷ്ടമാണ്. അപ്പോൾ അതിനേക്കാൾ ഉപരിയാണ് ഈ ആനയുടെ ഒരു വികാരമാണ് ആൾക്കാർക്ക്. പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു ഈ വളരെ കുറച്ച് ഒരു 20-30% ആൾക്കാർക്ക് മാത്രമുള്ള ആനക്കമ്പ് കുറവുള്ളൂ. ബാക്കി ഒരു ഭയങ്കര ആനപ്രേമികൾ അല്ലെങ്കിൽ നമ്മുടെ ചലച്ചിത്ര നടൻ ജയറാം, അദ്ദേഹമൊക്കെ ആനയെ വാങ്ങി, അദ്ദേഹമൊക്കെ ഭയങ്കര ആനക്കമ്പക്കാരനാണ്, നമുക്കറിയാം. അതോടൊപ്പം തന്നെ മലയാളികൾ ജയറാം മാത്രമല്ല, ആനക്കമ്പത്തിൽ മലയാളികൾ ഒട്ടുമിക്ക ഒരു ജയറാമാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അത്തരം ആനക്കമ്പങ്ങളൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആന രസമാണ്, നല്ല ആനച്ചന്തമൊക്കെ കാണാൻ, അതിൻ്റെ പുറത്ത് മറ്റേ നെറ്റിപ്പട്ടമൊക്കെ കെട്ടി വെഞ്ചാമരമൊക്കെ കാണാൻ, തൃശ്ശൂർ പൂരത്തിനൊക്കെ നിൽക്കുന്ന ആനൊക്കെ ഗംഭീര രസമാണ്. പക്ഷേ യഥാർത്ഥ ആനസ്നേഹികളും നമ്മുടെ സുഹൃത്ത് വലയങ്ങളിൽ പൗർണ്ണമി പറഞ്ഞാൽ എൻ്റെ സുഹൃത്ത് വലയങ്ങളിലും നല്ല ആനസ്നേഹികളുണ്ട്. പക്ഷെ അവരൊക്കെ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ആന എപ്പോഴും മനുഷ്യനല്ല, ഹീസ് എൻ ആനിമൽ, അവരൊരു മൃഗമാണ്. ബിക്കോസ് ആനയെ നമ്മൾ എത്ര സംരക്ഷിച്ചാലും ഈ മതപ്പാടെന്ന് പറഞ്ഞ സാധനമുണ്ട് ആനയ്ക്ക് അത് പൊട്ടുന്ന സമയത്ത് അതിൻ്റെ മുമ്പിൽ പിന്നെ ഒന്നുമില്ല. ആ സമയത്താണ് ഈ പറയുന്ന ആക്രമണങ്ങളുണ്ട്. ഈ റീസെൻറ്റ് ഡേയ്സ് 3-4 ദിവസങ്ങൾക്ക് മുൻപാണ് കോഴിക്കോട് അമ്പലത്തിൽ, ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള അമ്പലത്തിൽ 3 പേരാണ് കൊല്ലപ്പെട്ടത്. ആന പരസ്പരം കുത്തിയതിൻ്റെ പേര് ഉത്സവം നടക്കുന്ന സമയത്ത് 2 ആനകൾ തമ്മിൽ കൊമ്പ് കോർത്തു മുകളിരുന്നെല്ലാം താഴെ പോയി അവിടെ കെട്ടിയിരുന്ന കെട്ടിടം ഇടിഞ്ഞു വീണു. അതിൻ്റെ ഇടയിൽപ്പെട്ട് 3 പേര് മരിക്കുന്നു. ഈ ആന ചവിട്ടി എത്രയോ പാപ്പാന്മാരെ കൊന്നിരിക്കുന്നു. എന്തിന്? ഇപ്പോൾ വയനാട്ടിൽ എന്തിനാണ് സമരം നടത്തുന്നത്? ആന കാടിറങ്ങി ഈ പറയുന്ന ആൾക്കാരെ കൊല്ലുന്നു, ചവിട്ടുന്നു. ഈ മൂന്നാറിൽ വരെ ഇപ്പോൾ നേരത്തെ കുറച്ച് നേരം മുമ്പ് തന്നെ നമ്മൾ വാർത്ത ചെയ്യുമ്പോൾ അവിടെ ഹൈലൈറ്റഡ് വാർത്ത കാണിക്കുന്ന മൂന്നാറിൽ യാത്ര ചെയ്യുന്ന സഞ്ചാരികൾ, അത് ഇന്നോവ പോലുള്ള കാറൊക്കെ പപ്പട പരുവാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ആനയ്ക്ക് തൂക്കിയെടുത്തെറിയാവുന്നേ ഉള്ളൂ നമ്മളെയും നമ്മുടെ വാഹനങ്ങളും എല്ലാം തന്നെയും. സോ ആനയെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്നും
ഞാൻ ഇന്ന് ഈ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ മാത്രമല്ല, ഇതിന് മുമ്പ് ചർച്ചയിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു, ഞാൻ ചിന്തിക്കുകയും ചോദിക്കുകയും പലരോടും ചോദിക്കുകയും ചെയ്തൊരു കാര്യമാണ്, എന്തിനാണ് ആനയെ ഇങ്ങനെ കൂച്ചുവലങ്ങ് കിട്ടി ഈ അമ്പലത്തിൽ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്? അമ്പലത്തിൽ എന്തിനാണ്? അവർ 4 കാലുള്ള ഒരു മൃഗമാണ്. നമ്മൾ ആനയെക്കുറിച്ചൊക്കെ വളരെ സ്നേഹത്തോടെ പഠിക്കുന്നു. പക്ഷേ അതിനെ നിങ്ങൾ തളച്ചിട്ടിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പൗർണമി അമ്പലങ്ങളിൽ കാല് മുഴുവൻ പൊട്ടി കൂച്ചുവലങ്ങിട്ടാണ് മിക്ക അമ്പലങ്ങളിലും. അതിന് ഇഷ്ടംപോലെ മറ്റേ പനയോലയും ഒക്കെ ഇട്ട് കൊടുക്കുന്ന കാണാം, കഴിക്കാനൊക്കെ ആയിട്ട് കുളിപ്പിക്കുന്ന കാണാം. കിടന്ന അമ്പലങ്ങളിലൊക്കെ വളരെ സ്നേഹത്തോടെയൊക്കെ നോക്കുന്ന പാപ്പാന്മാരുണ്ട്. പക്ഷേ എപ്പോഴും അതിനെ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. ആനയെന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം മൃഗങ്ങളുടെ നേതാവായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. കാരണം അവർക്ക് ആന ഒരിക്കലും ഒറ്റക്കൊമ്പന്മാരെ ഒറ്റയ്ക്ക് സഞ്ചരിക്കാറുള്ളൂ. മിക്കപ്പോഴും നമ്മൾ കാട് കയറുകയാണെങ്കിൽ നമുക്കറിയാം, ഞാൻ കാണുന്നും കയറിയിട്ടില്ല എങ്കിലും ഡോക്യുമെൻ്ററികളിലൂടെയും വാർത്തകളിലൂടെയും ഞാൻ അറിഞ്ഞൊരു വാർത്ത അല്ലെങ്കിൽ ഒരു അറിവെന്ന് പറഞ്ഞത്, ആനകൾ എപ്പോഴും കൂട്ടമായിട്ട് സഞ്ചരിക്കും. അവരുടെ കൂട്ടത്തിൽ പിടിയാനകളുണ്ടാവാം, ഈ പറഞ്ഞതിൽ കുട്ടിയാനകളുണ്ടാവാം, കുങ്കിയാനകളുണ്ടാവാം, എല്ലാം അങ്ങനെയാണ് ആന എല്ലായ്പ്പോഴും നടക്കുക. അവരെ അവരുടെ ഇഷ്ടത്തിന് എന്തുകൊണ്ട് വിരാജിക്കാൻ? അവർ ഇഷ്ടം പോലെ നടന്നോട്ടെ. ആ സ്വൈര്യ നമ്മുടെ ഈ ഭൂമിയിൽ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് അവർക്ക് ജീവിക്കാൻ. വനപ്രദേശങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് നമ്മുടെ കേരളത്തിൽ. അവിടെ വിട്ടുകൂടെ? എന്തിനാണ് അവരെ ഇങ്ങനെ കൂച്ചുവലങ്ങിട്ട് ഇങ്ങനെ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പൗർണമി ആനയുടെ കണ്ണുകളിലേക്ക് നോക്കുന്ന ആളെന്നല്ലേ പറഞ്ഞേ. ഞാൻ എപ്പോഴും ആനയുടെ കണ്ണുനീര് എപ്പോഴും ഇങ്ങനെ ഒഴുകുന്നത് കാണാം. ഇത്രയും ചൂടുള്ള കാലാവസ്ഥയിൽ നമ്മുടെ നാട്ടിലിപ്പോൾ പണ്ടത്തെ പോലല്ല. ഈ തണുപ്പ് കാലത്തും മഴക്കാലം ഒന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിഗംഭീരമായ ചൂട് വരും. ചൂടിൻ്റെ അങ്ങേയറ്റമായി ഉഷ്ണകാലാവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് കേരളം. ആ ചൂടും കൂടെ ആകുമ്പോൾ ഈ പറയുന്ന ആനകളൊക്കെ എങ്ങനെ ഇവിടെ നിലനിൽക്കും? അത് മാത്രമല്ല, ഇത്രയും ജനങ്ങൾ കൂടുന്നെടുത്ത് ഇത്രയും ആക്രമണ സ്വഭാവം എപ്പോൾ വേണമെങ്കിലും വരാവുന്ന, മനുഷ്യന് പൂർണ്ണമായും മെരുക്കാൻ പറ്റാത്ത ഒരു മൃഗമാണ് ആന. ആ ആനയെ എന്ത് ധൈര്യത്തിലാണ് ഇത്രയും ജനലക്ഷങ്ങൾ കൂടുന്ന ഒരു ഉത്സവ പറമ്പുകളിൽ ഇങ്ങനെ കൊണ്ട് പ്രദർശിപ്പിച്ച് നിർത്തുന്നതിൻ്റെ മറുപടി ഈ സംഘാടകർ അല്ലെങ്കിൽ ഗവൺമെൻറ് ആണ് പറയുന്നത്. എന്തിനാണ് ദേവസ്വം ബോർഡ് ആനയെ ഈ ഉത്സവത്തിന് ഞാൻ പറയില്ല, പള്ളി പെരുന്നാൾ നടക്കുന്നത്, ക്രിസ്ത്യൻ പള്ളിയിലും മുസ്ലിം പള്ളിയിലും പെരുന്നാൾ നടക്കുന്നുണ്ട്, അവിടെ ഒന്നും ആനയില്ലല്ലോ, എന്നിട്ട് അവിടെ പെരുന്നാൾ നടക്കുന്നില്ലേ? ഞാൻ പറയുന്നത്, ആനയൊന്നും നമ്മുടെ പണ്ട് യുദ്ധങ്ങൾക്കായി ആനകളെ ഉപയോഗിച്ചിരുന്നു. ആനയെ ഉത്സവങ്ങൾക്കായിട്ട് ഏത് കാലത്താണ് ഉപയോഗിച്ചു തുടങ്ങിയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ ചരിത്രം കൃത്യമായിട്ട് പൗർണമി. പക്ഷേ ഉപയോഗിച്ചു തൊട്ട കാലം തൊട്ട് ആന കൊലച്ചോറാണ് കൊടുത്തിരിക്കുന്നത്. ആനയെ നോക്കുന്ന പാപ്പാനെ ചവിട്ടിക്കൊല്ലുക. പാപ്പന്മാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ നാട്ടിലുണ്ട് ഒരു പയ്യനുണ്ടായിരുന്നു, അവൻ്റെ പേര് ഞാനത് പറഞ്ഞില്ല, പയ്യൻ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. അവൻ പഠിക്കാൻ വളരെ മോശമായിരുന്നു. പക്ഷേ പഠിക്കാൻ ഇൻ ദ സെൻസ് അക്കാഡമിക്കലി അവൻ വലിയ മാർക്കൊന്നുമില്ലായിരുന്നു. പക്ഷേ ആന കോളേജിൽ ആനയെ പഠിപ്പിക്കുന്ന മറ്റേ കോന്നിയിൽ പോയി അവൻ ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചു പാപ്പാനാകാൻ വേണ്ടി. പാപ്പാൻ കോഴ്സ് പാസ്സാക്കാൻ 1ാം റാങ്കോടുകൂടി പാസ്സായി. ആ നാട്ടിലെ ഇന്നയാളുടെ ആനയെന്ന് പറഞ്ഞാണ്. അത്രയും ആനപ്രേമിയായ, അത്രയും ഡീപ്പസ്റ്റ് കോർ ആന ഫാനായിട്ടുള്ള മനുഷ്യന്മാർക്ക് മാത്രമാണ് ആനയെ ഹാൻഡിൽ ചെയ്യാൻ. ആ മനുഷ്യനെ പോലും ചവിട്ടിക്കൊല്ലത്തിൽ നിന്ന് എന്താണ് ഉറപ്പ്? അങ്ങനെ ഉറപ്പ് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്തൊരു മൃഗത്തെ ഈ പട്ടികൾ വളരെ അപൂർവമായിട്ട് നമുക്കത് കൃത്യമായി ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് ഹാൻഡിൽ ചെയ്യാം. പൂച്ചകളെ അങ്ങനെ തന്നെ. പക്ഷേ ആനയെ നമ്മൾ എന്തിൻ്റെ പേരിൽ ഹാൻഡിൽ ചെയ്യും? എത്ര സ്നേഹിച്ചാലും എത്ര പഴം കൊടുത്താലും അവൻ്റെ മതപ്പാട് പൊട്ടുന്ന സമയത്ത് അവൻ ഉറപ്പായിട്ടും ഭയങ്കര പകയുള്ള ജീവിയാണ് ആനയെന്നാണ് പറയപ്പെടുന്നത്. കാരണം ആനയെ അടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ മിക്ക പാപ്പാന്മാരും കള്ള് കുടിച്ച് 4 കാലിൽ നടക്കുന്ന പാപ്പാന്മാരാണ് ഈ ആനയെ നോക്കുന്നത്. ആനയെ അങ്ങനെ ഒരാളാണോ നോക്കേണ്ടത്? ഒരിക്കലും അല്ല. അങ്ങനെ ഒരാളാണോ നോക്കേണ്ടത്? പിന്നെ എങ്ങനെയാണ്? ഞാനൊന്ന് ചോദിക്കട്ടെ, പൗർണമി, എന്നെ കള്ള് കുടിച്ചിട്ടും തല്ലിയാൽ എനിക്ക് ആ പകയുണ്ടാവും. തന്നെ തല്ലിയാൽ, ചീത്ത വിളിച്ചാൽ, നമ്മളോട് മോശമായിട്ടൊന്ന് സംസാരിച്ചാൽ, കാലങ്ങളോട് തന്നെ പക വേണമെന്നില്ല. ആ ഒരു വിഷമം, ദേഷ്യം നമ്മൾ സൂക്ഷിക്കും. സ്വാഭാവികമായിട്ടും താൻ ഒന്നും ചെയ്യാതെ അവർ പറയുന്നത് മാത്രം കേട്ടുകൊണ്ട് കുറച്ച് ഭക്ഷണം കൊടുത്ത് ഏത് നേരം തല്ലുന്ന ഒരു പാപ്പാനെ ആന എങ്ങനെ സഹിക്കണമെന്നാണ് പറയുന്നത്. ആ പാപ്പാനോടുള്ള ദേഷ്യമാണ് ഒരു പക്ഷേ മറ്റ് ജനങ്ങളെ കാണുമ്പോൾ ആനയ്ക്ക് അറിയില്ലല്ലോ ഇത് സുരേഷാണ് മറ്റേ രാമുവാണെന്ന്. സോ അതുകൊണ്ട് തന്നെ ആന എല്ലാവരിലും തൻ്റെ പാപ്പാനെ ആയിരിക്കും ഒരു പക്ഷെ കാണുക. തന്നെ പിടിച്ചുകൊണ്ട് വന്ന ആ മൊമെന്റ് തൊട്ട് അവന് വൈരാഗ്യമാണ് മനുഷ്യരോട്. തന്നെ കൂച്ചുവിലങ്ങിട്ട് കൊണ്ടുവരുന്ന കാലം തൊട്ട് മനുഷ്യനോട് പക സൂക്ഷിക്കുന്ന ഒരു മൃഗമാണ് ആനയെന്ന് പറയുന്നത്. ഇത്രയും വർഷങ്ങളായിട്ട് അത് മലയാളികൾക്ക് മനസ്സിലാകുന്നില്ല. മലയാളികൾ മനസ്സിലാക്കിയിട്ട് എന്തെടുക്കാനാണ്? ഇതിന്റെ അധികൃതർക്ക് മനസ്സിലാകുന്നില്ല. ജനങ്ങളുടെ ജീവന് ഇവിടെ മാത്രമാണ് വിലയില്ലാത്ത. എന്തിനാണ് ആനയെ ഇങ്ങനെ പ്രദർശിച്ച് നിർത്തുന്നത്? അതിനോട് കാണിക്കുന്ന ദ്രോഹം 100% ദ്രോഹമാണ് ഉത്സവങ്ങൾക്ക് ആനയെ എഴുന്നള്ളിച്ച് നിർത്തുന്നത്. വേറെ ഒന്നും പറയാനില്ല. എനിക്ക് ഭയങ്കര വികാരം അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. അതല്ല, ഇപ്പോ നമ്മളെ വിമർശിക്കാൻ ഒരുപാട് ആനപ്രേമികൾ കാണും. നിങ്ങളോടുള്ള പകയോ വിദ്വേഷമോ ഒന്നും അല്ല. ശരിക്കും നമുക്കറിയാലോ, ഇപ്പൊ ഈ ശാരി കുറച്ച് പട്ടികൾക്ക് പേ വരുന്ന കാര്യമൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ സ്ട്രേ ഡോഗ്സിന്റെ കാര്യം നമ്മൾ പറയുമ്പോൾ അതിനെ പോലും പിടിച്ചു കെട്ടാൻ നമ്മൾ മനുഷ്യർക്ക് പറ്റുന്നില്ല. ഒരു പരിധി വരെ പറ്റാറുള്ളൂ. അല്ലെങ്കിൽ ഒരു ബൈറ്റ് ചെയ്താൽ അതിനെ പോലും നമുക്ക് കൺട്രോൾ ചെയ്യാനോ നമ്മളെ സ്വയം രക്ഷിക്കാനോ ആ ബൈറ്റ് നമുക്ക് പറ്റുന്നില്ല. അങ്ങനെയുള്ളപ്പോ നമ്മുടെ 4 ഇരട്ടി അല്ലെങ്കിൽ 10 ഇരട്ടിയോ വലിപ്പമുള്ള
ഈ ജീവിയെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഉറപ്പായിട്ടും മരണം എന്നുള്ളതല്ലാതെ കുറെ ആളുകൾക്ക് ഓടി രക്ഷപ്പെടാം. ആ ഓട്ടത്തിനിടയിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമുക്കറിയാം ഈ കഴിഞ്ഞ 1-2 വർഷങ്ങൾക്ക് മുമ്പ് ഈ അരിക്കൊമ്പന്റെ കേസ്, ആന, ആ അരിക്കൊമ്പൻ, അതിനുശേഷം ചക്കക്കൊമ്പൻ, ഈ അരിക്കൊമ്പന്റെ കേസ് വന്നപ്പോഴാണ് ഈ യഥാർത്ഥത്തിൽ ഈ ആനകളുടെ പ്രശ്നങ്ങൾ ഞാൻ കൂടുതലായിട്ടും ശ്രദ്ധിക്കാനും മനസ്സിലാക്കാനും തുടങ്ങിയത്. അപ്പോൾ മൂന്നാറിൽ ഒരുപാട് കൃഷി നടത്തുന്ന സ്ഥലങ്ങളിലെല്ലാം ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. അത് മാത്രമല്ല, ഇതിനെതിരെ കേസൊക്കെ ഫയൽ ചെയ്യും. ആ കേസിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അതായത് ആനപ്രേമികൾ കേസ് എതിരെ വരികയും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും ആർക്കും വിഷമിപ്പിക്കാനോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കാനോ നമ്മൾ പറയുന്നില്ല. ഇപ്പൊ ഈ ഒരു ആനയുടെ പേര് പറയുമ്പോൾ തന്നെ ഈ ആനയോട് ഭയങ്കര കമ്പമുള്ളവർ ആ ഒരു വികാരം അതൊക്കെ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ടും അറിയുന്നത് കൊണ്ടും അവരുടെ ഒന്നും വിശ്വാസത്തെയും ഇഷ്ടത്തെയും ഒന്നും നമ്മൾ മുറിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. അവർ സ്നേഹിച്ചോട്ടെ, ഇനിയും സ്നേഹിച്ചോട്ടെ. പക്ഷേ ഇങ്ങനെ ആള് കൂടുന്ന ജനത്തിരക്കുള്ളിടത്ത് ജനങ്ങളുടെ ജീവന് ഹാനി സംഭവിക്കുന്ന രീതിയിലേക്ക് ഇതൊന്നും വരാതിരിക്കണമെങ്കിൽ ഇതൊക്കെ ഒന്ന് പൊളിച്ചെഴുതി ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇതുവരെ ഉള്ളത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതൊക്കെ നമുക്ക് നോക്കാം. പക്ഷേ ഇനിയുള്ള ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് ഒരുപാട് നമ്മുടെ ടെക്നോളജി ഒരുപാട് വളർന്നു. അപ്പോൾ ആ ഒരു സമൂഹത്തിൽ ഇനിയും മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാണ് നമുക്ക് പറയാനുള്ളത്.